ബജറ്റ് എന്നൊരു വാക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രയോഗിച്ചിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, നീണ്ടൊരു 10 വർഷത്തിന് ശേഷം കേരളത്തിലെ ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നിരിക്കുകയാണ്. അവരവരുടെ പുതിയ ഗവൺമെന്റിന്റെ ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബജറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതീക്ഷിത വരുമാനത്തിന്റെയും ചെലവുകളുടെയും ഒരു ആധികാരികമായ രേഖയാണ്. എത്ര വരുമാനം സാമ്പത്തിക വർഷത്തിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ എന്തൊക്കെ ചെലവുകളാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്, ഇത് തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, അതായത് വരുമാനത്തിൽ കൂടുതലാണോ ചെലവ്, അത് വരുമാനത്തിനകത്ത് നിൽക്കുന്ന ചെലവുകളാണോ ഉള്ളത്, ഇനി ചെലവ് കൂടുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, ഇതിന്റെയൊക്കെ ഒരു ആധികാരിക രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. എല്ലാ സാമ്പത്തിക വർഷത്തിലും ബജറ്റ് അവതരിപ്പിക്കേണ്ട നിർബന്ധമാണ്. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കം കൂടിയാണ് ഒരു ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിന്റെ ആധികാരികത നിർണ്ണയിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 112, 202 ആർട്ടിക്കിളുകൾ പ്രകാരം ഒരു രാജ്യത്തിന്, ഒരു സംസ്ഥാനത്തിന് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ഇന്ത്യയുടെ 112 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ബജറ്റിനെയും 202 എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ബജറ്റിനെയുമാണ് കാണിക്കുന്നത്. ഇത് യഥാക്രമം പ്രസിഡന്റ്, ഗവർണർ ഇവരുടെ പേരിലാണ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ബജറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചറിനെ ബജറ്റ് എന്നാണ് പൊതുവെ പറയുന്നതെങ്കിലും, പോപ്പുലറായിട്ട് അറിയപ്പെടുന്നതെങ്കിലും, ബജറ്റ് എന്നൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രയോഗിച്ചിട്ടില്ല. അതിന് പകരം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്.